ഗായ്സ്, എല്ലാവർക്കും D4 ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മൾ സ്ത്രീകളെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് നമ്മുടെ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പം പൊതുവേ സ്ത്രീകൾക്കൊക്കെ പുറമെ പീരിയഡ്സ് എന്ന് പറയാനൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര നാണാണ്, ചിലർക്കൊക്കെ ഇത് വലിയ കാര്യമാണ്. കാരണം എൻ്റെ ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികളൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞു, ടീച്ചർ എനിക്കിന്ന് പീരിയഡ്സായി, എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് സ്റ്റാഫ് റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ച് കുറച്ച് ഷോ ഇടുന്ന കുട്ടികളൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ നമുക്കെല്ലാവർക്കും, സ്ത്രീകൾക്ക് എല്ലാവർക്കും അവരെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് പീരിയഡ്സ് എന്ന് വെച്ച് അത് വെച്ചിട്ട് ഇങ്ങനെ ഓവറായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അത് വരുന്നതാണ്. അതുപോലെ തന്നെ അതിനനുബന്ധിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പീരിയഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വിഷയത്തിലേക്ക് കടക്കാല്ലേ. അപ്പോൾ നമ്മളെല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്നതാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മാസവും 7 ഡേയ്സ് നമുക്ക് പീരിയഡിൻ്റെ ഡേയ്സ് ആണ്. അപ്പോൾ ആ 7 ഡേയും നമ്മൾ വളരെ വീക്കായിരിക്കും. അപ്പോൾ 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് പീരിയഡ്സ് കറക്റ്റ് ആവുന്ന കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രായപൂർത്തിയാവുന്നതിൻ്റെ ഒരു തുടക്കമാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പം ചില കുട്ടികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 9, 8, 10 വയസ്സിലൊക്കെ പീരിയഡ്സ് ആവുന്ന കുട്ടികളുണ്ട്. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഹോർമോണൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതും വളരെ ദോഷമാണ്. നേരത്തെ പീരിയഡ്സ് ആവുന്നതും അതുപോലെ തന്നെ 15 വയസ്സിന് ശേഷം ആവുന്നതും വളരെ ദോഷമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പം എന്താ പറയുക, നമ്മൾ സ്ത്രീകളെല്ലാവരും ഈ ഓരോ മാസത്തിലും 7 ദിവസം നമ്മൾ വളരെ വീക്കാവുന്ന ഡേ ആണ്. അപ്പം ഈ മാസം നമുക്ക് ഈ ഒരു ഡേറ്റിന് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അടുത്ത മാസം വരുമ്പം ഏകദേശം ചിലപ്പോൾ ആ ഡേറ്റിനാവും, ചിലപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ ആ ഡേറ്റിന് മുന്നേ ആവും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കണം. കാരണം ഈ നമ്മൾ ഡേറ്റൊന്നും ഞാൻ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഈ മാർക്ക് ചെയ്ത് വെക്കാതെ നമ്മൾ കെയർലെസ് ആയിട്ട് പോകുന്ന ടൈമിൽ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും, ജോലിക്ക് പോകുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കെയർലെസ് ആയി പോയി കഴിയുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പീരിയഡ്സ് ആവുന്ന എൻ്റെ ക്ലാസ്സിലുള്ള ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ യൂണിഫോമിൽ ബ്ലഡ് ആകും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനെപ്പറ്റി നിങ്ങൾ കരുതിയിരിക്കണം. അതിനെപ്പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ പേടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സീനില്ല, എങ്കിലും നമ്മൾ അത് കരുതിയിരുന്ന് നമ്മൾ വീട്ടിൽ തന്നെ അതിൻ്റെ പ്രിക്കോഷൻസ് ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ പീരിയഡ്സ് ആവുമ്പം നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ 2 ദിവസം ലീവ് കൊടുക്കണം എന്നാണ് ഗൈസ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കൊടുക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന മാത്രമല്ല, ചിലർക്ക് ഛർദിയുണ്ട്, വയറുവേദനയുണ്ട്, നടുവേദനയുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. അങ്ങനെ പീരിയഡ്സിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാനും അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവർക്ക് ആ സിറ്റുവേഷനിൽ സ്കൂളിൽ വരാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വേദന എന്നുള്ള കാര്യം അത് അനുഭവിക്കുന്നവർക്കാണ് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു വേദന ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കൂളിലായാലൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പം എന്തായാലും സ്കൂളിൽ 2 ദിവസമെങ്കിലും കുട്ടികൾക്ക് ലീവ് അനുവദിക്കണം എന്നാണ് ഗൈസ് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും നമുക്ക് ഈ വയറുവേദനയും വെച്ചുകൊണ്ട് നമുക്ക് സ്കൂളിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല. സ്കൂളിലായാലും ഓഫീസിലായാലും ജോലിക്കായാലും നമുക്ക് ഈ നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ വെച്ച് നമുക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പം ഈ പീരിയഡ്സ് ആവുന്ന ഫസ്റ്റ് 3 ഡേയ്സൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുക. ചിലർക്ക് അത് 7 ദിവസം വരെ നീണ്ടു നിൽക്കും. അപ്പം എൻ്റെ വിഷയത്തിൽ ഞാൻ പറയാം. അപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വയറുവേദനയായിരിക്കും. ചിലപ്പോൾ 2-3 മാസമൊക്കെ അടുപ്പിച്ച് എനിക്ക് വയറുവേദന ഉണ്ടാവും. ചിലപ്പോൾ 4-ാം മാസം എനിക്ക് വയറുവേദന ഉണ്ടാവില്ല. അപ്പം ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വേദന. ഞാനൊക്കെ എന്നിട്ട് അനങ്ങാതെ സൈഡിൽ പോയി കിടക്കും. അപ്പോൾ എനിക്കതേ, പൈങ്കിളിക്കതേ, വാവാറ്റയ്ക്കതേ. അപ്പോൾ മമ്മയ്ക്കും ഇങ്ങനെ വയറുവേദന ഉണ്ടായിരുന്നു. പക്ഷേ മമ്മ ഞങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മമ്മയ്ക്ക് വയറുവേദനയൊന്നും വന്നിട്ടില്ല. അപ്പം ഞാനും ആഫ്റ്റർ പ്രഗ്നൻസി ഞാനൊരു അമ്മയാവുമ്പോൾ എനിക്കും വയറുവേദന ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാ സ്ത്രീകളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് വയറുവേദന. ചിലർക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് ചിലർക്കൊക്കെ വയറുവേദന ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് അവർ പറയും. അപ്പം ഞാൻ ഞെട്ടിപ്പോവും.
അപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സ് പറയും ഇല്ലടാ എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ട്, വൊമിറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയും. വൊമിറ്റിംഗ് ഒന്നും നമുക്കിത് വന്നിട്ടില്ല, വയറുവേദനയാണ് ഞാനെപ്പോഴും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ വൊമിറ്റിംഗ് ഉണ്ട് ചിലർക്ക്, അതുപോലെ ബാക്ക് പെയിൻ ഉണ്ട്, എന്നിട്ട് എന്നെക്കൊണ്ട് വയറൊക്കെ തിരുമ്മിപ്പിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. അപ്പം ഈ വയറുവേദനയൊക്കെ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരുമ്പോൾ എല്ലാവരും പെയിൻ കില്ലർ അതുപോലെ തന്നെ പാരസിറ്റമോളൊക്കെ കഴിക്കും. ദയവ് ചെയ്ത് നിങ്ങളാരും അങ്ങനെ കഴിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അതൊക്കെ ഭാവിയിലേക്ക് നമ്മുടെ ഗർഭപാത്രത്തിനൊക്കെ റിമൂവ് ആവേണ്ട വരെ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ അതൊക്കെ വളരെ മരുന്നൊക്കെ കഴിച്ചാൽ വളരെ പ്രോബ്ലംസ് ഭാവിയിലേക്ക് നമുക്ക് വരും. പക്ഷെ നമ്മൾ വേദന തിന്നേണ്ടത് ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ ആരായാലും അങ്ങനത്തെ മരുന്നൊക്കെ നമ്മൾ കഴിച്ചു പോകും കേട്ടോ. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങളാരും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കഴിക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഐഡിയ നിങ്ങളുടെ സഹോദരിക്കായാലും നിങ്ങളുടെ ഭാര്യമാർക്കായാലും അമ്മമാർക്കായാലും നിങ്ങളിത് ഷെയർ ചെയ്യുക. അപ്പം വയറുവേദന പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെരി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് പെയിൻ കില്ലറും പാരസിറ്റമോളൊന്നും കഴിച്ച് നിങ്ങളുടെ വയറുവേദന കളയണ്ട. ഞാൻ ഈ പറയുന്ന മരുന്ന് നിങ്ങളുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറുവേദന ഉറപ്പായിട്ടും പോകും. കാരണം ഞാനത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി നിങ്ങൾ നന്നായിട്ട് തിളപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് എന്താക്കുക, ഹാഫ് ഗ്ലാസ് ആക്കുക. എന്നിട്ട് അത് നിങ്ങൾ കുടിക്കുക. മനസ്സിലായല്ലോ? അപ്പം ഈ വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ നമ്മുടെ വയറുവേദന പെട്ടെന്ന് തന്നെ നിൽക്കുന്നതാണ്. കാരണം എനിക്ക് വയറുവേദന വരുമ്പോൾ ഞാൻ കഴിക്കാറുള്ളത്. കാരണം വെരി വെരി എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ പെയിൻ കില്ലറൊന്നും ദയവ് ചെയ്ത് ആരും വാങ്ങി കഴിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഗായ്സ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് ചിലപ്പം 1 മാസം ചിലപ്പം ആയില്ലാന്ന് വന്നേക്കാം, ചിലപ്പോൾ 2 മാസം ആയില്ലെന്ന് വന്നേക്കാം, ചിലപ്പോൾ 3 മാസം ആയില്ലെന്ന് വന്നേക്കാം. ഇങ്ങനെ വന്ന ടൈമിൽ ഡോക്ടറെ പോയി ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം വരെ നമുക്ക് പീരിയഡ്സ് ആയില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ 3 മാസത്തിന് ശേഷം നമ്മൾ പീരിയഡ്സ് ആയാലും വെരി വെരി പ്രോബ്ലമാണ്. അപ്പോൾ 3 മാസം വരെ നമുക്ക് പീരിയഡ്സ് ആയാലും നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പീരിയഡ്സ് ആയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പം 3 മാസം തന്നെ ആദ്യത്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഗായ്സ്, അപ്പോൾ ഇതൊക്കെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്താ ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ 3 മാസം വരെ നിങ്ങൾ നോ പ്രോബ്ലം, നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ 2, 3, 4 പ്രാവശ്യമൊക്കെ പീരിയഡ്സ് ആവുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാരണം അത് വെരി വെരി ബിഗ് പ്രോബ്ലത്തിലേക്ക് കടക്കും കേട്ടോ. അപ്പം ബ്ലീഡിങ് ഉള്ളവരുണ്ടാകും. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാനത് ഇപ്പോഴും കൂടി ഞാൻ പാഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, അറിയത്തില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കും കൂടി ടെൻഷനാവും. ഞാൻ പറഞ്ഞു നീ എന്തായാലും ഡോക്ടറെ പോയി കാണണം. നമ്മളിത് ഒന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ല. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ പോയി കാണണം. അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ 7 ദിവസം നമുക്കെന്ത് ബ്ലഡ് നമുക്ക് വരും. ചിലപ്പോൾ നമുക്ക് 5 ദിവസം വരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 4 ദിവസം വരെ ഉണ്ടാവുള്ളൂ, ചിലപ്പം 6-ാം ദിവസമൊക്കെ വരെ വന്നേക്കാം കേട്ടോ. അപ്പോൾ 7-ാം ദിവസം ശരിക്കും ഉണ്ടാവില്ല, ചിലർക്ക് ചിലപ്പം ഉണ്ടായേക്കാം. ചിലപ്പോൾ 8-ാം ദിവസം വരെ കാണും, അതും കുഴപ്പമില്ല. പിന്നെ 9, 10, 11 ബ്ലഡ് കാണുകയാണെങ്കിൽ ഗായ്സ് നിങ്ങൾ തീർച്ചയായിട്ടും കെയർഫുൾ ആയിരിക്കണം. അത് പ്രശ്നത്തിലേക്ക് കടക്കും. അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേഗം തന്നെ ഡോക്ടറിന് നമ്മൾ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മളതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് പീരിയഡ്സ് ആവുന്നതെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. നമ്മളതൊക്കെ നമ്മുടെ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എങ്ങനെയാണ് പീരിയഡ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിക്കൽ വാളിൽ നമ്മുടെ ബ്ലഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാളാണ്. ഈ വാള് പീൽ ചെയ്ത് വരുന്നതാണ് ഈ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബയോളജിയിൽ കറക്റ്റ്. ഇപ്പം പിന്നെ പിള്ളേർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും എല്ലാം അറിയാം ഗായ്സ്. അതായത് നമ്മുടെ ഈ എൻഡോമെട്രിക്കൽ വാൾ, അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നമ്മുടെ ചോര കൊണ്ട് തന്നെ ഒരു ഒരു കവറിങ് ഉണ്ടാകുന്നു. നല്ല കട്ടിയായിട്ടുള്ള ഒരു കവറിങ് ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ഗർഭപാത്രത്തിലാണല്ലോ കുഞ്ഞാവ് വളരുന്നത്. അപ്പോൾ ആ കുഞ്ഞാവയ്ക്ക് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്ലഡും കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എൻഡോമെട്രിക്കൽ വാളിന് പുറത്തുള്ള വേറൊരു ആവരണമാണ് നമ്മുടെ
ഈ ബ്ലഡ് കേട്ടോ. അപ്പം ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഓരോ മാസത്തിലും എന്ത് ചെയ്യുന്നു, പീൽ ചെയ്ത് വരുന്നു. അതായത് സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗർഭപാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ടൈമിൽ കുഞ്ഞാവ് വന്നില്ല എന്ന് അറിയുമ്പം നമ്മുടെ ഈ ബ്ലഡിൻ്റെ കോട്ടിങ്സൊക്കെ എന്ത് ചെയ്യുന്നു, പീൽ ചെയ്ത് വരുന്നു, നമ്മുടെ ഗർഭപാത്രം സാധാരണ രീതിയിലേക്ക് ആവുന്നു. അപ്പം ഒരു കുഞ്ഞാവാന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മുടെ ബോഡി അതിനെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ എൻഡോമെട്രിക്കൽ വാളിൽ ഉണ്ടായിരിക്കുന്ന ആ ബ്ലഡിൻ്റെ ആവരണം പീൽ ചെയ്ത് വരുന്ന ടൈമിലാണ് നമുക്ക് ഈ പീരിയഡ്സ് ആവുന്നത്. ചിലപ്പോൾ അത് ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ അപ്പം ഈ വരുന്ന ബ്ലഡ് എല്ലാവരുടെയും വിചാരം അശുദ്ധ ബ്ലഡാണ്, അശുദ്ധ രക്തമാണെന്നാണ് എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അശുദ്ധ രക്തമൊന്നുമല്ല. നമ്മുടെ ബോഡിയിൽ എല്ലാവരുടെയും, ഒരു സ്ത്രീൻ്റെ ആയാലും പുരുഷൻ്റെ ആയാലും ആരുടെ ആയാലും മേത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ ചോരയാണ് ശരിക്കും ഈ പീൽ ചെയ്ത് വരുന്നത്. അല്ലാതെ ചീത്ത ചോരയൊന്നും അല്ല ഈ ഒഴുകി വരുന്നത്. അപ്പം ഈ ബ്ലഡ് വരുന്ന ടൈമിൽ ഓക്സിജനായിട്ട് മിക്സ് ആകുമ്പോഴാണ് അതിന് ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളത് എന്ത് ചെയ്യുന്നു, നമ്മളത് മാറ്റുന്നു. നമ്മളെപ്പോഴും പീരിയഡ്സിൻ്റെ ടൈമിൽ നല്ല ഹൈജീനായിട്ടിരിക്കുക, എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. കാരണം വൃത്തിയില്ലെങ്കിൽ അതിന് വേറെ പണി കിട്ടും, വേറെ അസുഖങ്ങളും അതിൻ്റെ പുറകെ വരും. അപ്പോൾ പീരിയഡ്സ് ആവുന്ന ടൈമിൽ നമ്മൾ ഹൈജീൻ ആയവർ തന്നെ ഒന്നും കൂടി നമ്മൾ ഹൈജീൻ ആവേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആ ടൈമിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തായാലും നമ്മുടെ നല്ല ചോര തന്നെയാണ് പീരിയഡ്സ് ആകുമ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളിലായാലും പീരിയഡ്സിനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടും നല്ലതാണ്. ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ അറിവുകൾ കൊടുക്കണം. അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകളും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പിന്നെ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, പീരിയഡ്സ് ആവാൻ വളരെ ലേറ്റ് ആവും. ചിലപ്പോൾ 1 മാസം ആവില്ല, ചിലപ്പോൾ 2 മാസം ആവില്ല. അപ്പം ഇങ്ങനെ പീരിയഡ്സ് ആവാതിരിക്കുമ്പം ടെൻഷൻ ആവുന്നവരുണ്ടല്ലേ. സോറി ഗൈസ്. അപ്പം 3 മാസം വരെ ഞാൻ പറഞ്ഞു പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസം നിങ്ങൾക്ക് പീരിയഡ്സ് ആയില്ല എന്നോർക്ക്, അപ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? അപ്പോൾ പീരിയഡ്സ് ആയില്ലെങ്കിൽ ആവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐഡിയയും കൂടിയാണ് ഗൈസ് ഞാൻ നിങ്ങളോട് അടുത്തതായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പളങ്ങ, അപ്പം ചെനച്ച കപ്പളങ്ങ, അതായത് ചെനച്ച പച്ചക്കപ്പളങ്ങ എന്ത് ചെയ്യുക, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പീരിയഡ്സ് ആവുന്നതാണ്. അപ്പോൾ അത് ഉറപ്പാണ്. പീരിയഡ്സ് ആവാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണത്. അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട. അപ്പം തീർച്ചയായിട്ടും ചെനച്ച കപ്പളങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കണ്ട. അപ്പം നിങ്ങളിലേക്ക് ഈ ഐഡിയ നിങ്ങൾ വേറെയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വെരി എഫക്റ്റീവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ 2 ഐഡിയാസും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ പെങ്ങന്മാർക്കോ നിങ്ങളുടെ അമ്മമാർക്കോ അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക. അവർക്കൊക്കെ ഇതെന്തായാലും ഉപകാരപ്പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിൽ എല്ലാവരും പാഡ് യൂസ് ചെയ്യും, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ ക്ലോത്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതിനോടാണ് യോജിപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്കെന്നും കംഫർട്ട് ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ക്ലോത്ത് എന്നും നമുക്ക് വളരെ സേഫ്റ്റിയാണ്, പ്രൊട്ടക്റ്റീവാണ്, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ആരോഗ്യത്തിനായാലും ഏറ്റവും നല്ലത് നമ്മുടെ ക്ലോത്ത് തന്നെയാണ്. അപ്പം ക്ലോത്ത് ആയാലും നമ്മൾ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലോത്ത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ക്ലോത്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ക്ലോത്ത് നമ്മൾ അപ്പം തന്നെ വാഷ് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കഴുകി നമ്മൾ ഉണക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ക്ലോത്ത് സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പുറത്ത് പോകുന്ന ടൈമിൽ ചിലപ്പോൾ ഈ ക്ലോത്ത് സൈഡിലേക്ക് ആവും. അതുകൊണ്ട് തന്നെ ബ്ലഡ് നമ്മുടെ പാൻറ്റീസിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലീക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ക്ലോത്ത് നമുക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മമ്മ ഇവിടെ ഞങ്ങൾക്ക് പാൻറ്റീസിൽ എന്താക്കും, ക്ലോത്ത് ഡബിൾ കോട്ടിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തയ്ച്ച് സെറ്റാക്കി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻറ്റീസ് അങ്ങോട്ട് നമുക്ക് ഇട്ടാൽ മതി, നമുക്ക് പിന്നെ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയില്ല. അതുപോലെ നമുക്ക് കടയിലായാലും നമുക്കിങ്ങനെ പാഡൊക്കെ വരുന്ന പോലത്തെ പാൻറ്റീസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് മമ്മ ഇവിടെ ഞങ്ങൾക്ക് തയ്ച്ച് തരും. അതുകൊണ്ട് തന്നെ അതാണ് വെരി വെരി സേഫ്റ്റി. പിന്നെ പുറത്ത് പോകുന്ന ടൈമിൽ സ്കൂളിലാണെങ്കിലും നമുക്ക് പാഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ചില സിറ്റുവേഷനിൽ പാഡ് നമ്മൾ യൂസ് ചെയ്യും. ചില സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുണി ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം പാഡ് യൂസ് ചെയ്യുമ്പോൾ പാഡും
സേഫ്റ്റിയാണ്, കുഴപ്പമില്ല. എങ്കിലും പാഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ പ്രോബ്ലംസ് നമുക്ക് വരും കേട്ടോ, ഭാവിയിൽ വന്നേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പാഡ് ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിലും എനിക്ക് കംഫർട്ടബിൾ എന്നും ക്ലോത്താണ്. ഞാൻ പുറത്ത് പോകേണ്ട സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാൻ പാഡ് യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും പീരിയഡ്സ് ടൈമിൽ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും, റെസ്റ്റ് ആയിരിക്കും ഗൈസ് ചെയ്യുക. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പാഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പാഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫി എന്ന് പറഞ്ഞ പാഡാണ്. അത് ശരിക്കും കംഫി തന്നെയാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു പാഡാണ് കംഫി. അപ്പം ഞാനതാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റാണ്, നല്ലതാണ്. അപ്പം നിങ്ങളും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ. പുറത്തിറങ്ങുമ്പോൾ മാത്രം, വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ക്ലോത്താണ് യൂസ് ചെയ്യുക. അപ്പോൾ ക്ലോത്താണ് ഗൈസ് എനിക്ക് എന്നും സേഫ്, എനിക്കിഷ്ടം. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഗൈസ്. എനിക്ക് അത് ചിന്തിക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് പേടിയാണ്. പേടി മാത്രമല്ല, അതെനിക്കിഷ്ടമല്ല. അപ്പം അത് കംഫർട്ട് ആവുന്നവരുണ്ടാവുമായിരിക്കും. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് കംഫർട്ട് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഗായ്സ്. അപ്പം നമുക്ക് പുറത്തൊക്കെ പാഡൊക്കെ കടയിൽ പോയിട്ട് വാങ്ങാൻ മടിയുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ചിലർക്കൊക്കെ അത് വലിയ കാര്യം പോലെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പീരീഡ്സ് എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ വലിയ കാര്യങ്ങൾ കാണിക്കുന്നവരാണ്. എനിക്കിങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല ഗൈസ്. അതൊക്കെ ഓവറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തോ അവർക്ക് മാത്രമാണ് പീരീഡ്സ് ആവുന്നത്, നമുക്കൊന്നും അതില്ലേ. അങ്ങനത്തെ എന്താ പറയുക, നമുക്കും കൂടി എന്തോ ഇതുപോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് ആവുന്നതാണ്. അപ്പം അതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ പറയുക, വയറുവേദന എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പോകുന്നവരുണ്ട്. അതുപോലെ എനിക്കും അങ്ങനെ വയറുവേദന വന്നിട്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന ചരിത്രമൊക്കെ ഉണ്ട്. ചിലപ്പോൾ രാവിലെ നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് വയറുവേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് വയറുവേദന അങ്ങോട്ട് തുടങ്ങുന്നത്. മനസ്സിലായല്ലോ, നമുക്ക് രാവിലെ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്കൂളിൽ നിന്ന് വരെ തിരിച്ചു വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് 2 ദിവസം ലീവ് എന്തായാലും സ്കൂളിൽ അനുവദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും അത് ഭാവിയിൽ അത് റെഡിയാവുകയാണെങ്കിൽ അത്രയും സന്തോഷമായിരിക്കും. അപ്പം പീരിയഡ്സ് ആവുന്നവർക്ക് നാണക്കേട് ഓർക്കുന്നവരുണ്ടാകും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കടയിൽ പോയി പാഡ് വാങ്ങാൻ മടിയുള്ളവരുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. അയ്യോ എടാ എനിക്ക് മടിയാണ്, നീ ഒന്ന് പറയൂ. എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? ഓരോരുത്തർ ജനിക്കുന്നതും ഓരോ അമ്മമാരുടെ വയറ്റിൽ നിന്നാണ്. ഓരോ ജീവികളും അമ്മയില്ലാതെ ഉണ്ടാവുന്നില്ല അല്ലേ? അപ്പോൾ ആ ഓരോ അമ്മമാർക്കും പീരിയഡ്സ് ആവാതെ അമ്മമാർ പ്രസവിക്കുമോ? ഇല്ലല്ലോ. അപ്പം ഓരോ അമ്മമാരും പീരിയഡ്സ് ആയിട്ടാണ് പ്രസവിക്കുന്നത്, അല്ലാതെ ആർക്കും അമ്മയാവാൻ പറ്റില്ല. മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ഗർഭപാത്രം വളരുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ പീരിയഡ്സ് ആവുന്നത്. ചിലരൊക്കെ നമ്മളെ നോക്കി ഇളിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇളിക്കുന്നവന്മാരൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അവൻ്റെ വീട്ടിൽ അവൻ്റെ പെങ്ങളുണ്ടാവും, അവൻ്റെ മോളുണ്ടാവും, അവൻ്റെ അമ്മയുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഈ പീരിയഡ്സ് ആവാതെ അവരാരും എന്താ പുറത്തേക്ക് വന്നിട്ടില്ല. ഓരോ കുഞ്ഞു ഉറുമ്പ് വരെ അവരുടെ അമ്മമാരുടെ വയറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവർക്കൊന്നും പീരിയഡ്സ് ആവാതെ അവരാരും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഓരോ അമ്മമാർ അവരുടെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും അതിനെപ്പറ്റി ഓർത്ത് കളിയാക്കുവോ നാണം കെടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഗൈസ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരിയഡ്സ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് 11ാം വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് നമ്മൾ പീരിയഡ്സ് ആവുന്ന ടൈം. അതുപോലെ തന്നെ മെനോപോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരിയഡ്സ് സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പം 50 വയസ്സിന് ശേഷമാണ് സ്ത്രീകൾക്ക് പീരിയഡ്സ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പം സ്റ്റോപ്പ് ആവുന്ന ടൈമിലും നമുക്ക് ഈ പീരിയഡ്സ് ആവുന്ന ടൈമിലുള്ള പോലെ തന്നെ കുറച്ച് വേദനകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഭയങ്കരമായിട്ട് ആവി എടുക്കുക, അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അങ്ങനത്തെ കുറേ അയ്യോ ഗൈസ്, കാക്ക കരയുന്നുണ്ട്. കാരണം ഇവിടെ മരത്തിൽ ചക്ക പഴുത്തു കേട്ടോ. അപ്പോൾ കാക്കേനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഓടിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക ഇവിടെ വന്നു കഴിഞ്ഞാൽ ദോഷമാണ് കേട്ടോ. ഇപ്പോൾ വിരുന്ന് വിളിക്കാമെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ കാക്ക പോയി. അപ്പം കാക്കേനെ അങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെനോപോസിൻ്റെ കാര്യമല്ലേ. അപ്പം 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കാണ്, അല്ല 50 വയസ്സിന് ചിലപ്പോൾ 50 വയസ്സിന് മുമ്പും നമ്മുടെ പീരിയഡ്സ് സ്റ്റോപ്പാകും, 50 വയസ്സിന് ശേഷവും പീരിയഡ്സ് സ്റ്റോപ്പാകും. അപ്പം ആ സ്റ്റോപ്പാകുന്ന ടൈമിലും നമ്മൾ ഒരുപാട്
വേദനകളും കഷ്ടതകളും നമ്മൾ അനുഭവിക്കും. ഞാൻ പറഞ്ഞ ദേഷ്യം, എല്ലാവരോടും ദേഷ്യമായിരിക്കും, അങ്ങനെ പല ടൈപ്പിൽ അവരത് കാണിക്കും. അപ്പം മെനോപോസിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ എനിക്ക് പീരിയഡ്സ് ആകുമ്പം, എനിക്കൊന്നുമല്ല, ഇപ്പം എൻ്റെ കാര്യമാണല്ലോ ഞാനിവിടെ മുൻനിർത്തി പറയുന്നത്. എനിക്കും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൈങ്കിളിക്ക് വാവാറ്റയ്ക്ക് നമുക്കൊക്കെ ഞാൻ കണ്ടുവരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് പൊതുവെ ഇതുണ്ടാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് പീരിയഡ്സ് ആവുന്നത്. അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പീരിയഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഡേറ്റ് ആവാനായെങ്കിൽ ആ ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യമായിരിക്കും. ചിലപ്പം ഞാൻ പീരിയഡ്സ് ആവുന്നതിന് 2-3 ദിവസം മുമ്പും എനിക്ക് എല്ലാവരോടും ഭയങ്കര കലിപ്പായിരിക്കും കേട്ടോ. ഭയങ്കര കലിപ്പെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പൊന്നും വേണ്ട. ഇപ്പം ഞാൻ നാളെ തന്നെ എൻ്റെ ഡേറ്റ് ആണെങ്കിൽ ഇന്നൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര കലിപ്പ്. എനിക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യം. വെറുതെ നമ്മൾ ഓരോരുത്തരോട് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, അറിയാതെ നമുക്ക് ദേഷ്യം വന്ന് പോകും. അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് കറുത്തു പോകും. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഇരുണ്ട് പോകാന്ന് പറയില്ലേ, മൊത്തത്തിൽ ഇരുണ്ട് കണ്ണൊക്കെ വീങ്ങി നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് ക്ഷീണം ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വായ്ക്ക് സ്മെല്ലുണ്ടാകും. അതുപോലെ തന്നെ ബ്രസ്റ്റിന് ചുറ്റും ഭയങ്കര വേദനയായിരിക്കും. ബ്രസ്റ്റൊക്കെ ഭയങ്കര വേദനയായിരിക്കും, നമുക്ക് ഓടാനും ചാടാനൊന്നും പറ്റില്ല, ഭയങ്കര പെയിനായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പം ഈ കൈമുട്ടിന്, ചിലപ്പം ഈ കാൽമുട്ടിന്, ചിലപ്പം എവിടെയാ തല, അതേപോലെ തന്നെ നടുവ്, അവിടെയൊക്കെ ഭയങ്കര പെയിനായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വിരളൊക്കെ ആയിരിക്കും, ഭയങ്കര വേദനയായിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. വയറുവേദന എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി വേദനയായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഈ കൈക്കായിരുന്നു വേദന വന്നിട്ടുണ്ട്. അടുത്ത് എൻ്റെ കൈ ഒടിഞ്ഞു എന്ന് ഓർത്തു. അത്രയ്ക്ക് വേദന വന്നിട്ടുണ്ട്. ഈ വയറുവേദന വരുന്ന പോലെ തന്നെ പീരിയഡ്സ് ആവുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങളാണ് ഗൈസ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കൈയും കാലും ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഭയങ്കര പെയിനായിരിക്കും. അങ്ങനെ കൈയൊക്കെ വേദന എടുക്കുമ്പോൾ ഞെട്ടിപ്പോവും. പെട്ടെന്ന് എന്താ ഇങ്ങനെ വേദന എന്നൊക്കെ നമ്മൾ ഓർക്കൂല. അപ്പോഴാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡേറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോഴേക്കും വേഗം കുഴമ്പൊക്കെ ഇട്ട് തിരുമ്പുമെങ്കിലും നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, അങ്ങനെ വേദന ഉണ്ടാവും. അപ്പോൾ പീരിയഡ്സ് ആയി കഴിയുമ്പോഴാണ് നമ്മളിതിൽ നിന്നൊക്കെ ഒന്ന് റിലീഫാവുക. പീരിയഡ്സ് ആവുമ്പോൾ എന്ന് പറയുമ്പോൾ അതിലപ്പുറമാണ് ഗൈസ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന എൻ്റെ ഗൈസ് സഹിക്കാൻ പറ്റില്ല. അപ്പം 2-3 മാസം അടുപ്പിച്ച് വയറുവേദന ഉണ്ടാവും, 4-ാം മാസം വയറുവേദന ഉണ്ടാവില്ല. അതാണ് അവസ്ഥ തന്നെ. അപ്പം നമ്മൾ ഈ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വയറുവേദനയൊക്കെ നമുക്ക് വരാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന എന്ന് പറയുന്നത് പാരമ്പര്യമല്ല, ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ പെയിന് വരിക. ചിലർക്ക് ഒരു വേദനകളും ഉണ്ടാവില്ല കേട്ടോ, ചിലർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർ പോലും അറിയില്ല പീരിയഡ്സ് ആവുന്നത്. അപ്പം എനിക്കൊക്കെ വയറുവേദന വന്നിട്ട് എൻ്റെ ഗായ്സ് നിലത്ത് നിൽക്കില്ല, കിടന്ന് തുള്ളും. ഞാൻ വാവാറ്റം ഭയങ്കര നിലത്ത് കിടന്ന് തുള്ളും, കരഞ്ഞോണ്ടിരിക്കും. അത്രയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ്. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം എടുത്തിട്ട് വയറിൽ വെക്കും കേട്ടോ, ചൂട് പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ മരുന്നില്ലേ അതും യൂസ് ചെയ്യും. കാരണം ഈ വയറുവേദന വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. രാവിലെയൊക്കെ നമ്മൾ പീരിയഡ്സ്, ഞാൻ കൂടുതലും രാത്രിക്കാണ് പീരിയഡ്സ് ആവാറുള്ളത്. അപ്പം എന്താ പറയുക, രാവിലെ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉച്ച ആകുമ്പോഴേക്കൊക്കെ ആയിരിക്കും തുടങ്ങുക. ചിലപ്പം ഉറക്കത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും വയറുവേദന. അപ്പം തന്നെ മമ്മ ഈ മരുന്നുണ്ടാക്കിക്കൊണ്ട് വരും, ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് വന്ന് ചൂടാക്കി വയ്ക്കുമ്പോഴേക്കും വയറുവേദന പമ്പ അടക്കും കേട്ടോ. അപ്പം വയറുവേദന ഇല്ലാതിരിക്കുമ്പോഴാണ് ദൈവമേ സത്യം പറഞ്ഞാൽ ഈ ഗർഭപാത്രമൊക്കെ എടുത്ത് കളയാൻ തോന്നും. അങ്ങനെ നമുക്ക് വയറുവേദനയാണ്, നമ്മൾ കരഞ്ഞ് നമ്മൾ പ്രാഗിപ്പോവും. അത്രയ്ക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വയറുവേദനയാണ്. അപ്പോൾ ഓരോരുത്തരും അനുഭവിച്ചാലാണ് അവർക്ക് ആ വേദന എന്താന്ന് മനസ്സിലാവുള്ളൂ ഗൈസ്. അപ്പം ഈ പീരിയഡ്സിൻ്റെ പെയിന് പുരുഷന്മാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പിച്ചോ, അവർ ഉറപ്പായിട്ടും ഗർഭപാത്രം എടുത്ത് കളയും. അതിനുള്ള 100% ഷുവറാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഈ വേദന കൂടുതൽ നേരം സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സഹിക്കില്ല, അതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം സ്ത്രീകൾക്കാണ് ഇതൊക്കെ അനുഭവിക്കാനുള്ളൊരു വെൽ പവർ ഉള്ളത്, മനസ്സിലായല്ലോ. അപ്പം ഈ വേദന എന്ന് പറയുന്നത് ഉടുക്കത്തെ വേദന എന്ന് പറയില്ലേ, ആ വേദനയാണ് ഈ വേദന. അപ്പം ഒന്നൊന്നര വേദനയാണ്. അപ്പോൾ ഓരോ മാസം പീരിയഡ്സ് ആകുമ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ വയറുവേദന എടുക്കരുത് എൻ്റെ ഈശ്വരാന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ
വൊമിറ്റിങ്ങും നടുവേദനയും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, ഈ ഒരു വയറുവേദന വന്നിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഈ കണക്കിന് അവർക്ക് അതിൻ്റെ ഒപ്പം വൊമിറ്റിങ്ങും നടുവേദനയും കൂടി വന്നാൽ അവരെങ്ങനെ എൻ്റെ ദൈവമേ ഇത് ഫേസ് ചെയ്യുന്നതെന്ന് ഓർത്ത് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നും ദൈവത്തിനോട് എൻ്റെ പീരിയഡ്സ് ടൈമിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ വയറുവേദന ആർക്കും കൊടുക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കരയും. അതിനൊപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കും, ദൈവമേ എന്തിനാ ദൈവമേ എന്നെ ഒരു ആണാക്കി വളർത്തിക്കൂടായിരുന്നോ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഗായ്സ് എനിക്ക് പക്ഷേ അഭിമാനമാണ്. പക്ഷേ പുരുഷൻ്റെ സ്വഭാവമായിപ്പോയി, അതെന്താണെന്നറിയത്തില്ല. എല്ലാവരും പറയും ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന്. എനിക്ക് സംശയമുണ്ട് ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന്. അപ്പോൾ തെറ്റ് പറ്റിയോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ഇടൂ ഗൈസ്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. അതിൽ ഞാനൊരു അസ്വസ്ഥത പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ ദേഷ്യം വരുമെന്ന് പറഞ്ഞില്ലേ, അല്ലാതെ വേറൊരു കാര്യം കൂടി വരും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വരും. വെറുതെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കരയും. അതുപോലെ തന്നെ ഭയങ്കര മസിൽ പെയിൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിരളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വേദന എടുക്കുന്നത് ഗായ്സ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് പിമ്പിൾസ് വരും കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ കുരുക്കൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നെറ്റിയിൽ വരും, മൂക്കിൽ കവിളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കുരുക്കളായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും കേട്ടോ. അപ്പോൾ വലിയ കുരുക്കളാണ് ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ നമ്മുടെ മുഖത്തൊക്കെ വരാറുള്ളത്. അപ്പോൾ ഈ പീരിയഡ്സ് ആയി കഴിയുന്ന ടൈമിൽ ഞാൻ എല്ലാ മാസവും 2-3 ദിവസം ഞാൻ ലീവ് എടുക്കാറുണ്ട്. സ്കൂളിൽ പോകില്ല, കാരണം വയറുവേദനയും വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം വേദന ഇല്ലാത്ത ടൈമിൽ എന്തായാലും നമ്മൾ സ്കൂളിൽ പോകും. വേദന ഉള്ളപ്പം ഒരിക്കലും സ്കൂളിൽ പോയി ഇരിക്കാൻ പറ്റില്ല. ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മൾ മൊത്തത്തിൽ ലേസി ആയിരിക്കും, മൊത്തത്തിൽ ഡിമ്മായിരിക്കും. മെയിനായിട്ട് എന്താ നമ്മുടെ വയറുവേദനയാണ് സീനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വെരി വീക്കായിരിക്കും. നമുക്ക് ഒന്നിലും ഒരു ആക്റ്റീവായി നിൽക്കാൻ നമ്മൾ പറ്റില്ല. മൊത്തത്തിൽ നമുക്ക് എപ്പോഴും റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ആ ടൈമിൽ കൂടുതലായിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യണം. നല്ല ഫുഡ് കഴിക്കുക, ചോരയുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ തന്നെ നമ്മൾ ഈ പീരിയഡ്സ് ആവുന്നതിന് 2-3 ദിവസം മുമ്പേ നമ്മൾ ഹോട്ട് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഈസി ആവും. കാരണം ഈ ബ്ലഡ് പീൽ ചെയ്ത് വരാതിരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഈ വയറുവേദന എടുക്കുന്നത്. അപ്പോൾ ഈ ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ ബ്ലഡ് പെട്ടെന്ന് പീൽ ചെയ്ത് വരികയും അതുപോലെ തന്നെ വയറുവേദന ശമിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ, ചൂടുവെള്ളം നമ്മൾ പീരിയഡ്സിന് മുമ്പായിട്ട് എല്ലാവരും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മളും കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വയറുവേദന മാറ്റാം കേട്ടോ. എങ്കിലും എന്താ പറയുക, അതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ രീതിയാണ്. ഞാൻ എപ്പോഴും തന്നെ ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ഈ പീരിയഡ്സ് ആവുന്നവർ ചില ഫങ്ഷൻ ആയാലും ഇപ്പോൾ നാളെ അമ്പലത്തിലൊക്കെ പോകണമെങ്കിലും പീരിയഡ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലർ പോലുള്ള ടാബ്ലറ്റ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റൊക്കെ കഴിക്കുന്നവരുണ്ട്. ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഗർഭപാത്രം എടുത്ത് കളയേണ്ട വരെ ആയിട്ടുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നുകളെ നമ്മുടെ ബോഡിയിലേക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ആരും മേത്തേക്ക് മരുന്ന് കുത്തി വയ്ക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പം നാച്ചുറലായിട്ടുള്ള രീതിയിൽ കൂടി പോകാൻ എല്ലാവർക്കും വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം നാച്ചുറലായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ കുറച്ച് വൈകിയാണ് എഫക്റ്റ് ആവുക. അപ്പം നമ്മുടെ ഈ മരുന്നുകൾ എന്നൊക്കെ പറയുമ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ അത് എഫക്റ്റീവ് ആവാൻ തുടങ്ങും. പക്ഷേ അതിൻ്റെ ഹാംഫുൾ നമ്മൾ പിന്നെ അനുഭവിക്കും. പക്ഷേ നാച്ചുറലായിട്ടുള്ള കാര്യത്തിലൂടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും അത് നമ്മളിൽ എഫക്റ്റ് ചെയ്യാൻ. എങ്കിലും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നമുക്ക് പിന്നെ തിരിച്ചു വരില്ല, ആ രീതിയിലേക്കാകും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ പെയിൻ കില്ലർ പോലുള്ള സാധനങ്ങളൊന്നും നിങ്ങളുടെ മേത്തേക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഈ പീരിയഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, അത് പ്രകൃതിയുടെ നിയമമാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. അപ്പം അത് ആവുമ്പോൾ അത് ആവട്ടെ, അല്ലാതെ അതിനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആരും നോക്കരുത്. കാരണം സ്റ്റോപ്പ് ചെയ്തൊക്കെ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെരി ബിഗ് പ്രോബ്ലത്തിലേക്കാണത് കടക്കുകയുള്ളൂ. അപ്പം അത് തന്നെ, അതാണ് പ്രശ്നം. അപ്പം പീരിയഡ്സ് ആയില്ലെങ്കിലും പ്രശ്നമാണ്, അതുപോലെ തന്നെ ആയിട്ട് കളയുന്നത് അതിലും വലിയ പ്രശ്നമാണ് ഗൈസ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പീരിയഡ്സിൻ്റെ ടൈമിൽ എല്ലാ കുട്ടികളും എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പീരിയഡ്സ് ടൈമിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട്
ഇളം ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ കറുവപ്പട്ട ഗ്രാമ്പൂ ഒക്കെ ചേർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറുവപ്പട്ടയും ഗ്രാമ്പൂവും കൂടി മിക്സ് ചെയ്ത വെള്ളം നിങ്ങൾ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് 1/2 കപ്പ് വെള്ളമാക്കി കുടിക്കുക വയറുവേദനയ്ക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. പീരിയഡ്സ് ആയില്ലെങ്കിൽ ആവാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ പച്ചക്കപ്പളങ്ങ കഴിക്കുക, തീർച്ചയായിട്ടും കഴിക്കുക. വെരി വെരി എഫക്റ്റീവാണ്. അപ്പം പിന്നെന്താ പറയുക, നിങ്ങളുടെ കംഫർട്ടബിൾ പോലെ കോട്ടൺ ക്ലോത്ത് എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആർക്കും ചിലപ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും ദാറ്റ് ഈസ് വെരി സേഫ് ഫോർ എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് അതാണ് സേഫ്. അപ്പം എന്താ പറയുക, കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക. അപ്പം ഈ ഐഡിയാസൊക്കെ പിന്നെ എനിക്ക് വന്ന അനുഭവത്തിലൂടെയാണ് ഗായ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാർക്കായാലും നിങ്ങളുടെ കുട്ടികൾക്കായാലും നിങ്ങളുടെ പെങ്ങന്മാർക്കായാലും നിങ്ങളുടെ അനിയത്തിമാർക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്താണ് ഗായ്സ് ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇനിയെങ്കിലും ആരും വേദനയൊക്കെ കഴിക്കാതിരിക്കട്ടെ എന്ന് ഓർക്കുകയാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്, എങ്കിലും അത് വരുമ്പം വേദന വരാതിരിക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും വിചാരിക്കുന്നു. അപ്പം എൻ്റെ അനുഭവമാണ് ഗൈസ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ കണ്ടൻറ്റിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പം മഴ പെയ്യുന്ന ഗൈസ് തോന്നുന്നത്.